എക്സലന്റ് ഗൈഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. എക്സൽ വർക്ക്ഷീറ്റുകളിലെ നെഗറ്റീവ് വാല്യൂസിനെ റെഡ് കളറിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള 4 വ്യത്യസ്ത മെത്തേഡുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അവയിൽ ആദ്യത്തേത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ചുള്ളതാണ്. ഈ കാണുന്ന സെല്ലുകളിലെ നെഗറ്റീവ് വാല്യൂസിനെ റെഡ് കളറിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഹോം ടാബിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഹൈലൈറ്റ് സെൽസ് റൂൾസ്, ലെസ് ദാൻ 0. ഇനി ഈ കാണുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും റെഡ് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ. നോക്കുക, ഇവിടെയുള്ള നെഗറ്റീവ് വാല്യൂസ് റെഡ് കളറിൽ ഡിസ്പ്ലേ ചെയ്യപ്പെട്ടത് കാണാം. ഇനി നമ്മളിവിടെ വാല്യൂസ് ചേഞ്ച് ചെയ്താൽ അതിനനുസരിച്ച് ഫോർമാറ്റിംഗ് അപ്ഡേറ്റ് ചെയ്യപ്പെടും. രണ്ടാമത്തെ മെത്തേഡ് എക്സലിലെ ഇൻബിൽറ്റ് നമ്പർ ഫോർമാറ്റിംഗ് ഉപയോഗിച്ചുള്ളതാണ്. ഈ കാണുന്ന സെല്ലുകളിലെ നെഗറ്റീവ് വാല്യൂസിനെ റെഡ് കളറിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, ഫോർമാറ്റ് സെൽസ്. നോക്കുക, ഫോർമാറ്റ് സെൽസ് എന്ന ഡയലോഗ് ബോക്സ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ റൈറ്റ് മൗസ് ക്ലിക്കിന് പുറമെ വേറെയും മെത്തേഡുകൾ ഉപയോഗിച്ചും ഫോർമാറ്റ് സെൽസ് എന്ന ഡയലോഗ് ബോക്സ് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് കാണിക്കാം. ഹോം ടാബിലെ ഈ കാണുന്ന 3 ടിൽറ്റഡ് ആരോസിൽ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യാം. നോക്കുക, ഫോർമാറ്റ് സെൽസ് എന്ന ഡയലോഗ് ബോക്സ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. ഇതുകൂടാതെ സെല്ലുകൾ സെലക്ട് ചെയ്ത ശേഷം കൺട്രോൾ 1 എന്ന കീബോർഡ് ഷോർട്ട് കട്ട് ഉപയോഗിച്ചാലും ഫോർമാറ്റ് സെൽസ് എന്ന ഡയലോഗ് ബോക്സ് ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ഇനി ഫോർമാറ്റ് സെൽസ് എന്ന ഡയലോഗ് ബോക്സിൽ നമ്പർ എന്ന ടാബിൽ നമ്പർ എന്ന കാറ്റഗറി സെലക്ട് ചെയ്യാം. നമ്മളുടെ സെലക്ട് ചെയ്ത സെല്ലുകളിൽ നമ്പേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഈ കാറ്റഗറി ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യപ്പെട്ടത്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് 4 ഓപ്ഷനുകൾ കാണാം. അവയിൽ 4ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി ഈ കാണുന്ന സംഖ്യകളിലെ ആയിരങ്ങളെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ യൂസ് 1000 സെപ്പറേറ്റർ എന്ന ഈ ഒരു ചെക്ക് ബോക്സ് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡെസിമൽസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, ഇവിടെയുള്ള നെഗറ്റീവ് വാല്യൂസ് റെഡ് കളറിൽ ഡിസ്പ്ലേ ചെയ്യപ്പെട്ട് കാണാം. മൂന്നാമത്തെ മെത്തേഡ് കസ്റ്റം നമ്പർ ഫോർമാറ്റിംഗ് ഉപയോഗിച്ചുള്ളതാണ്. നമ്മൾ നേരത്തെ ഉപയോഗിച്ചത് എക്സലിലെ ഇൻബിൽറ്റ് നമ്പർ ഫോർമാറ്റിംഗ് ആയിരുന്നു. നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്യുന്ന നമ്പർ ഫോർമാറ്റിനെയാണ് കസ്റ്റം നമ്പർ ഫോർമാറ്റ് എന്ന് പറയുന്നത്. സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, ഫോർമാറ്റ് സെൽസ്. ഫോർമാറ്റ് സെൽസ് എന്ന ഡയലോഗ് ബോക്സിൽ നമ്പർ എന്ന ടാബിൽ കസ്റ്റം എന്ന കാറ്റഗറി സെലക്ട് ചെയ്യുക. എക്സലിലെ നമ്പർ ഫോർമാറ്റിന് 4 പാർട്ടാണുള്ളത്. അവയോരോന്നും എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം. ജനറൽ എന്ന ഈ വാക്ക് ഞാൻ കോപ്പി ചെയ്യുന്നു. സെമിക്കോളൻ, പേസ്റ്റ്, വീണ്ടും സെമിക്കോളൻ, പേസ്റ്റ്. നോക്കുക, ഈ കാണുന്നതാണ് എക്സലിലെ നമ്പർ ഫോർമാറ്റിൻ്റെ സ്ട്രക്ചർ. ആദ്യത്തെ പാർട്ട് പോസിറ്റീവ് നമ്പേഴ്സിനെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്ന് ഡിഫൈൻ ചെയ്യാനുള്ളത്. അതിനുശേഷം ഒരു സെമിക്കോളൻ. രണ്ടാമത്തെ പാർട്ട് നെഗറ്റീവ് നമ്പേഴ്സിന് വേണ്ടിയുള്ളത്. വീണ്ടും ഒരു സെമിക്കോളൻ. മൂന്നാമത്തെ പാർട്ട് 0 എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്ന് ഡിഫൈൻ ചെയ്യാനുള്ളത്. വീണ്ടും ഒരു സെമിക്കോളൻ. നാലാമത്തെ പാർട്ട് ടെക്സ്റ്റിനെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്ന് ഡിഫൈൻ ചെയ്യാനുള്ളത്. ഉദാഹരണത്തിന് ഈ കാണുന്ന സെല്ലുകളിലെ പോസിറ്റീവ് നമ്പേഴ്സിനെ ബ്ലൂ കളറിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഇതാണ്. ഇവിടെ ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ്, ബ്ലൂ, ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്ന സെല്ലുകളിലെ പോസിറ്റീവ് നമ്പേഴ്സ് ബ്ലൂ കളറിൽ ഡിസ്പ്ലേ ചെയ്യപ്പെട്ടത് കാണാം. ഇനി നെഗറ്റീവ് നമ്പേഴ്സിനെ റെഡ് കളറിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, ഫോർമാറ്റ് സെൽസ്. ഇവിടെയുള്ള രണ്ടാമത്തെ സെക്ഷനാണ് നെഗറ്റീവ് നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത്. ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ്, റെഡ്, ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ്. ഇനി നെഗറ്റീവ് നമ്പറിന് മുന്നിൽ ഹൈഫൻ വരണമെങ്കിൽ ഹൈഫൻ. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയുള്ള നെഗറ്റീവ് നമ്പേഴ്സ് റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് കാണാം. ഇനി ഇവിടെയുള്ള 0 വാല്യൂസിന് പകരം ഹൈഫൻ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, ഫോർമാറ്റ് സെൽസ്. മൂന്നാമത്തെ പാർട്ടാണ് 0 ആയിട്ട് ബന്ധപ്പെട്ടത്.
ഡബിൾ കോട്ട്സ് ഹൈഫൻ ഡബിൾ കോട്ട്സ്. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുക, ഇവിടെയുള്ള 0 വാല്യൂ ഹൈഫനായിട്ട് മാറി. 8312. അതുപോലെ തന്നെ സംഖ്യകൾക്കിടയിൽ 1000 സെപ്പറേറ്ററും ശേഷം ഡെസിമൽ പ്ലേസസും വേണമെങ്കിൽ സെല്ലിൽ സെലക്ട് ചെയ്യുന്നു. ജനറലിന് പകരം ഹാഷ് കോമ 0.00 ഹാഷ് കോമ 0.00. ഓക്കെ, നോക്കുക 1000 സെപ്പറേറ്ററും ഡെസിമൽ പ്ലേസും വന്ന് കാണാം. ഇനി നാലാമത്തെ മെത്തേഡ് എക്സലിലെ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചുള്ളതാണ്. ഈ കാണുന്ന വർക്ക്ഷീറ്റിലെ എല്ലാ നെഗറ്റീവ് വാല്യൂസിനെയും റെഡ് കളറിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഡെവലപ്പർ ടാബിൽ വരിക, വിഷ്വൽ ബേസിക്, പുതിയൊരു മോഡ്യൂൾ ഇൻസേർട്ട് ചെയ്യുന്നു. ഈ പ്രോഗ്രാമിന് ഞാൻ നെഗറ്റീവ് വാല്യൂസ് എന്നാണ് പേര് കൊടുക്കുന്നത്. എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഈ വർക്ക്ഷീറ്റിലെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ സെല്ലിലൂടെയും പോകാനായിട്ട് ഫോർ ഈച്ച് സെൽ ഇൻ ആക്റ്റീവ് ഷീറ്റ് ഡോട്ട് യൂസ്ഡ് റേഞ്ച്. ഇനി ഓരോ സെല്ലിലെയും വാല്യൂ 0ക്ക് താഴെയാണോ എന്നത് ചെക്ക് ചെയ്യാനായിട്ട് ഇഫ് സെൽ ഡോട്ട് വാല്യൂ ലെസ് ദാൻ 0 ദെൻ, അങ്ങനെ സെല്ലിലുള്ള വാല്യൂ 0ക്ക് താഴെയാണെങ്കിൽ, അതായത് വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ സെൽ ഡോട്ട് ഫോണ്ട് ഡോട്ട് കളർ ഈക്വൽ VB റെഡ്. ഇഫ് കണ്ടീഷൻ ക്ലോസ് ചെയ്യാനായിട്ട് എൻഡ് ഇഫ്, ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്യാനായിട്ട് നെക്സ്റ്റ്. നെഗറ്റീവ് വാല്യൂസ് എന്നതാണ് നമ്മുടെ മാക്രോ അഥവാ പ്രോഗ്രാം. വിഷ്വൽ ബേസിക് എഡിറ്റർ ക്ലോസ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത മാക്രോ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് മാക്രോസ്, നെഗറ്റീവ് വാല്യൂസ് എന്ന മാക്രോ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. റൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുക, ഈ വർക്ക്ഷീറ്റിലുള്ള എല്ലാ നെഗറ്റീവ് വാല്യൂസും റെഡ് കളറിൽ ഡിസ്പ്ലേ ചെയ്യപ്പെട്ടത് കാണാം. ഒരു തവണ കൂടി നോക്കാം. ഈ വർക്ക്ഷീറ്റിലുള്ള എല്ലാ നെഗറ്റീവ് വാല്യൂസിനെയും ബ്ലൂ കളറിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് വിഷ്വൽ ബേസിക്, VB റെഡിന് പകരം ബ്ലൂ, മാക്രോസ്, റൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വർക്ക്ഷീറ്റിലുള്ള എല്ലാ നെഗറ്റീവ് വാല്യൂസും ബ്ലൂ കളറിൽ ഡിസ്പ്ലേ ചെയ്യപ്പെട്ടു. ഞാനിവിടെ ഷെയർ ചെയ്ത എക്സൽ ടിപ്സ് പ്രയോജനപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓരോ പുതിയ വീഡിയോ റിലീസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വിഷ് യു എ ഗ്രേറ്റ് ഡേ.